കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം ശ്രീ ഗുരുദേവ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ മന്ത്രി ഒ.ജെ. ജനീഷിന് സ്വീകരണവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന മെറിറ്റ് ഡേ മന്ത്രി ഒ.ജെ. ജനീഷ് ഉദ്ഘാടനം ചെയ്തു. വീടുകളോ സ്ഥാപനങ്ങളോ എന്തെങ്കിലുമൊക്കെ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഞാനിവിടെ കൊടുങ്ങല്ലൂർ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ വരുമ്പോൾ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീടുകളിലൂടെ ഉണ്ട്. അവിടെയൊക്കെ വരുന്ന സമയത്ത് അവരുടെ ചേട്ടന്മാരോടൊക്കെ പന്ത് കളിക്കാൻ പോരുന്ന സ്ഥലത്തൊക്കെ പിന്നെ ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല. അതൊക്കെ വേറെ രീതിയിൽ മാറ്റപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അന്ന് കുറേയേറെ ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ കാണാനുണ്ട്. അപ്പോൾ ആകെ നേരത്തെ പറഞ്ഞതുപോലെ ബോയ്സ് സ്കൂളിലെ ഗ്രൗണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പോൾ അവശേഷിക്കുന്നത്. ബാക്കി ഒരിടത്ത് പോലും ചെന്നാൽ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ അവരിങ്ങനെ വളരെ അടച്ചിട്ട മുറിയിലിരിക്കുന്നു, ഒട്ടും ആളുകളായിട്ട് എൻഗേജ് ചെയ്യുന്നില്ല, ഒരു സോഷ്യൽ സാമൂഹിക സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് വളരെ പുറകിലാണ്, ഭയങ്കര ഇൻഹിബിഷനാണ്, ഒരു കാര്യത്തിൽ മുന്നോട്ട് വരാൻ മടിയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് അതിന് വേണ്ടുന്ന സൗകര്യങ്ങളില്ല, അവർക്ക് അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലൊക്കെ എപ്പോഴൊക്കെ നമ്മൾ മറന്നുപോയി. ഇങ്ങനെയൊക്കെ കുറേ കെട്ടിടം വെച്ചാൽ മതി, കുറേ കടമുറി വന്നാൽ മതി, കുറേ സ്ഥാപനങ്ങൾ വന്നാൽ മതി, അതാണ് വികസനത്തിന് കണക്കാക്കി ഒരു കാലം മുഴുവൻ പോയി. അതിൻ്റെയൊക്കെ കൂടെ തന്നെ ഇത്തരം സൗകര്യങ്ങളൊക്കെ വേണ്ടതായിരുന്നു എന്നുള്ള കാര്യം പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ മറന്നുപോയതിൻ്റെ ഒരു ദുരവസ്ഥ ഇന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും ഒരു പൊതുവായ സ്ഥലം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാകാനൊക്കെയുള്ള സാഹചര്യങ്ങളില്ലാതെ പോവുകയാണ്. അപ്പോൾ അതൊരുപാട് പ്രതിഭകളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാ മൈതാനങ്ങളിൽ കളിക്കുമ്പോൾ ജയിക്കുമ്പോഴും തോൽക്കുമ്പോഴും കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു ചെറുപ്പകാലം മുതലേ ശീലിച്ചു വരുന്നൊരു മനസ്സുണ്ട്. കളിച്ച് ജയിക്കുമ്പോൾ ആ ജയത്തെ ആഘോഷിക്കുന്നത്, കളിച്ച് തോൽക്കുമ്പോൾ വീണ്ടും ജയിക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുന്നത്, അല്ലെങ്കിൽ വീണ്ടും ജയിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി വീണ്ടും ഇറങ്ങുന്നത്, കളിക്കുന്നത്, ഓടുന്നത്, അതൊന്നും പുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് അനന്യമായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുകയാണ്. സ്കൂളുകളിലാണെങ്കിൽ ഒരു PT അവർ ഉണ്ട്. അപ്പോൾ PT അവർ ഉണ്ടെങ്കിലും ആ PT അവർ കണക്ക് ടീച്ചർ എടുക്കും, കണക്ക് പഠിപ്പിക്കാൻ ടീച്ചർ വരും, ആ അവർ പോയി, അതിൽ മറ്റാരെങ്കിലൊക്കെ വരും. ഇപ്പോൾ എന്നെ മലയാളം പഠിപ്പിച്ച ജാനകി ടീച്ചറോട് ഇരിക്കുന്നുണ്ട്. ടീച്ചർ എന്തായാലും മലയാളം ആയതുകൊണ്ട് ഞങ്ങളുടെ PT അവർ അധികം കൊണ്ടുപോയിട്ടില്ല. മലയാളം പരീക്ഷയ്ക്കൊക്കെ അങ്ങനെ വരില്ലല്ലോ. സയൻസ് ടീച്ചർമാരും കണക്ക് ടീച്ചർമാരാണൊക്കെ വരിക. ഞാൻ ഈ ബോയ്സിലൊരു പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇവരുടെ PT അവർ നിങ്ങൾ കയറാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർമാരെല്ലാവരും പറഞ്ഞില്ല. കുട്ടികളൊന്നും മിണ്ടാണ്ടിരുന്നു. ഞാൻ കയറാൻ പോയപ്പോൾ തന്നെ പുറയിലോട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, മന്ത്രി ഞങ്ങളുടെ IT പീരീഡ് ഇപ്പോഴും കണക്ക് ടീച്ചർ വരാറുണ്ട്, നിങ്ങളൊന്ന് ചോദിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അത് അവിടെ പറയാനൊരു പടിയുണ്ടായതുകൊണ്ട് ചെവിയിൽ വന്നാൽ പറഞ്ഞത് അതൊരു പൊതുവായ സത്യമാണ്. പിന്നെ പ്രധാനപ്പെട്ട പ്രശ്നം സ്കൂളുകളിൽ കായികാധ്യാപകരില്ല. ആദ്യം ഇല്ലാതാകുന്ന തസ്തിക കായികാധ്യാപകരുടേതാണ്. ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ കായികാധ്യാപകരുണ്ട്. എന്നെ പഠിപ്പിച്ച ഷാജി മാഷ് അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ സ്കൂളിൽ കായികാധ്യാപകനില്ല. കാരണം 500-ൽ താഴേക്ക് വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുമ്പോൾ ഒരു ഡിവിഷൻ ഫാൾ വരും. അതിൻ്റെ ഭാഗമായി ഒരു അധ്യാപകൻ്റെ തസ്തിക നഷ്ടപ്പെടും. ആദ്യം നഷ്ടപ്പെടുന്ന തസ്തിക കായികാധ്യാപകനാണ്. പിന്നെ 2 സ്കൂളിലാവും, പിന്നെ 3 സ്കൂളിലാവും. കുറച്ച് കഴിയുമ്പോൾ സ്കൂളിലും PT പീരീഡ് മാത്രം ഉണ്ടാവും, അധ്യാപകരുണ്ടാകില്ല. നിയമസഭയിൽ സബ്മിഷൻ വന്നപ്പോൾ ഞാനങ്ങനെ അതിൻ്റെ മറുപടി വായിക്കുന്നതിനിടയിൽ ഞാൻ തലേന്ന് ഫയലൊക്കെ വന്നിങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ LP സ്കൂളിലെ കുട്ടികൾക്ക്, UP സ്കൂളിലെ കുട്ടികൾക്ക്, ഹൈസ്കൂളിലും +2-ലും പ്രത്യേകമായ കായിക വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹാൻഡ് ബുക്ക് അടിച്ചു കൊടുക്കുന്നു. സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള സർക്കാർ സംവിധാനത്തിൻ്റെ സ്കൂളുകളിൽ, CBSEയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കേന്ദ്രീകൃതമായ സംവിധാനമില്ല. സമാജം പ്രസിഡന്റ് OK ഹർഷകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ ഹണി പീതാംബരൻ മുഖ്യാതിഥിയായി. സമാജം സെക്രട്ടറി PS സജീവൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ കൗൺസിലർമാരായ CD പ്രദീപ്, സന്തോഷ് പുത്തേഴത്ത്, രശ്മി ബാബു, PS സജിത്ത്, ധന്യ ഷൈൻ, VP കല്യാൺറാം, PA സത്യൻ, PA മനോജ് എന്നിവർ പ്രസംഗിച്ചു. മികച്ച പ്രതിഭകളെ ന്യൂ സംസ്ഥാന വേദിയിലേക്ക് സഹർഷം MBB വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പതിശ്ശേരി വേദചന്ദ്ര വേദിയിലെത്തുക. അനുഷ്ഠിക്കേ ആത്മജ KV, ലക്ഷ്മി ശങ്കർ PS, എത്രയും പെട്ടെന്ന്